നമസ്കാരം. കാളിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ കൊണ്ടുവന്നേക്കുന്നതെന്നറിയോ? നമ്മുടെ സ്കേർട്ട് പലാസോ അല്ലെങ്കിൽ മിഡി പലാസോ ഒക്കെ പോരാഞ്ഞിട്ട് എലഫൻറ്റ് പലാസോ എന്ന് വരെ പേരിട്ട് വിളിച്ച നമ്മുടെ സുന്ദരി പലാസോ തുടക്കകാലങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഇട്ട് അർമാദിച്ചിരുന്ന പലാസോ ആണ്. ഒരിടക്കാലം കൊണ്ട് എല്ലാവർക്കും അത് ആവശ്യത്തിലധികമായും തോന്നിയുകൊണ്ട് അങ്ങനെ നമ്മളും അത് നിർത്തിയതാണ് കേട്ടോ. ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രിൻറ്റഡ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. വേസ്റ്റ് ബാൻഡൊക്കെ നല്ലപോലെ സ്ട്രെച്ച് ആവുന്ന രീതിയിലുള്ള അടിപൊളി പലാസോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊണ്ടുവന്നേക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ട് മെറ്റീരിയൽ, ടീഷർട്ട് മോഡലിലെ ടോപ്സ് ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഏകദേശം ഒരു ഊഹമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണിച്ചു കൊടുക്കാം. ഇതാ ഫസ്റ്റ് വൺ വരുന്നത് തന്നെ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ വന്നതാണ് കേട്ടോ. മെഷർമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ബസ് സൈസ് വരുന്നത് 42 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് വരുന്നത് 31 ഇഞ്ചസ് ആണ്. ഫുൾ ടോപ്പ് ഇരിക്കുന്ന ഇങ്ങനെയാണ്, സിമ്പിളായിട്ട് ഒരു ടീഷർട്ടിൻ്റെ രീതിയിൽ വരുന്നതാണ്. പ്രൈസ് വരുന്നത് എത്രയാണെന്ന് ഊഹിക്കാമോ? 185 മാത്രമേ ഉള്ളൂ. 185 അടുത്തത് വന്നേക്കുന്നു. നല്ല ബ്ലൂ ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത് കേട്ടോ. കംഫർട്ടബിൾ വെയറാണ്. സൂപ്പർ ഷെയ്ഡ്സാണ് ഓരോന്നും വന്നേക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനിൽ ഇടാൻ നല്ല സുഖമുള്ളത്, കാണാൻ നല്ല ഭംഗിയുള്ളത്, പോക്കറ്റിനാണെങ്കിൽ അധികം ഭാരമില്ലാത്തതും. 185 മാത്രമാണ് പ്രൈസ് വരിക. അടുത്തത് വരുന്നത് നോക്കിയേ, നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ഇല്ലാത്ത കളേഴ്സൊന്നും ഇല്ല അല്ലേ, നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഡാർക്ക് ഗ്രേ ഷെയ്ഡ്, ABCD ഒക്കെ എഴുതി പഠിപ്പിക്കാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ. നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റായിട്ട് മനസ്സിനൊരു കുളിർമ നൽകുന്ന കളറിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. ടോപ്സിൻ്റെ കൂട്ടത്തിലെ ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ബസ് സൈസ് വരുന്നത് 42 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് വരുന്നത് 31 ഇഞ്ചസ് ആണ്. പ്രൈസ് വരുന്നത് ആവട്ടെ 190 ആണ്. ഈ ടോപ്പിനെ പറ്റി ഇന്ന് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. തമ്മനയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നിറയെ ചീറ്റ പ്രിൻറ്റ് പോലെയുള്ളതാണ്. സിമ്പിൾ റൗണ്ട് നെക്ക് വരുന്നു. എല്ലാ ടോപ്പും വരുന്നത് ഇങ്ങനെ തന്നെയാണ്. നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത്ത് വരുന്നത് 31 ഇഞ്ചസ് ആണ്. ബസ് സൈസ് വരുന്നത് 42 ഇഞ്ചസ് ആണ്. അടിപൊളിയായിട്ടുള്ള ടോപ്സ് ആണ്. പ്രൈസ് വരുന്നത് 185 മാത്രമാണ്. അടിപൊളി പലാസോസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ സ്വന്തം മിഡി പലാസോ ആണ് ഈ വന്നേക്കുന്നത്. വേസ്റ്റ് ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ്. വേസ്റ്റ് ബാൻഡ് തന്നെയാണ് കേട്ടോ, സിംഗിൾ എലാസ്റ്റിക് അല്ല. നല്ല സ്ട്രെച്ചബിൾ ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 44 ഇഞ്ചസോളം വരുന്നുണ്ട്. വേസ്റ്റ് ബാൻഡിന് ശേഷം താഴത്തേക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഒരു മിഡി കിടക്കുന്ന ഒരു ഭംഗിയോടുകൂടി അത് കിടക്കും. എന്നാൽ പലാസോ ആണ് കണ്ടോ, ഇത്രത്തോളം ഫ്ലെയർ ഉള്ള പലാസോസ് ആണ്. പ്രൈസ് വരുന്നത് 190 മാത്രമാണ്. ഓരോ ലെഗിനും ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. മിഡി കിടക്കുന്ന പോലെയാണ് കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മിഡി പലാസോ എന്നും കൂടെ പേരിട്ട് വിളിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കംഫർട്ടബിളായിട്ട് ലൈക്ര മെറ്റീരിയലിൽ വരുന്ന പലാസോസ് ആണ്. വേസ്റ്റ് ബാൻഡ് വരുന്നത് 42 ഇഞ്ചസ് ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 44 ഇഞ്ചസ് ആണ്. ലെങ്ത്ത് വരുന്നത് 38 ഇഞ്ചസ് ആണ്. പ്രൈസ് വരുന്നത് 190 ആണ്. അടിപൊളിയല്ലേ? 190ക്ക് പലാസോയും 185 അടിപൊളി ടോപ്സും. ഇതൊക്കെ ഒരു വൈറ്റ് ടീഷർട്ടിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് നോക്കി, എന്താ ഭംഗി. ബ്ലാക്കിൻ്റെ കൂടെ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ വൈറ്റ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബ്ലാക്കിൻ്റെ കൂടെ ഇടാൻ പറ്റിയത് വേറെ ഇഷ്ടംമാതിരി വരുന്നത് കേട്ടോ. എന്താ ഭംഗി നോക്കൂ ഓരോന്നും. അത് തന്നെയാണോ? അല്ല, ഓരോന്നും ഡിഫറെൻ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. കുറച്ച് നാളായി നമ്മളിത് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ കയ്യിൽ ഇത്തിരി ഉണ്ടായിരുന്നു. സ്റ്റോക്കൊക്കെ ഔട്ടായിട്ടുണ്ടാവും. നല്ലൊരു ബ്രൗണിൻ്റെ കൂടെ, യെല്ലോയുടെ കൂടെ, ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ അടിപൊളിയായിട്ട് ധരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ബ്രൗണും ബ്ലാക്കും മാത്രം മതിയോ? ഒരു നേവി ബ്ലൂ ടോപ്പ് ഉണ്ടെങ്കിലോ, ഓഫ് വൈറ്റ് ടോപ്പ് ഉണ്ടെങ്കിലോ, ഒരു പിങ്ക് ടോപ്പ് ഉണ്ടെങ്കിലോ എങ്ങനെ ഉണ്ടാവും?
ഇടയ്ക്കുന്ന് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയട്ടെ. വേസ്റ്റ് ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ്, നല്ല സ്ട്രെച്ചബിൾ ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 42 ഇഞ്ചസ് 44 ഇഞ്ചസോളം വരുന്നുണ്ട്. മിഡി പോലെ കിടക്കുന്ന പലാസോസ് ആണ്. പ്ലീറ്റഡ് പലാസോ, മിഡി പലാസോ, സ്കേർട്ട് പലാസോ, എലഫൻറ്റ് പലാസോ, ഇങ്ങനെയൊക്കെ പേരിട്ടാൽ വിളിക്കുക കേട്ടോ. എല്ലാ പേരുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഞാനൊരു എലഫൻറ്റ് പലാസോ മേടിച്ചു എന്ന് പറഞ്ഞാൽ പറയണം, ഞങ്ങളുടെ അടുത്തുള്ള കാളീസിലുണ്ട്, ഞങ്ങളെപ്പോഴും മേടിക്കുന്നതാണ്, ഭംഗിയുള്ളതാണ്, അഫോർഡബിൾ ആണ് എന്ന് പറയണം കേട്ടോ. എന്താ ഭംഗിയെന്ന് നോക്കൂല്ലേ. ലൈക്ര മെറ്റീരിയലിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ്. ഓരോന്നും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. നല്ല ഫ്ലെയർ ഉള്ളത്, ഒരു മിടി ഇടുന്ന ലാഘവത്തോടെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു പലാസോയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ചാക്കോമാണിയൊക്കെ കളിയാക്കുമായിരുന്നു കേട്ടോ. ഈസി ആയിട്ട് വാഷ് ചെയ്യാം. അലക്കി തീരുന്നതിന് മുമ്പേ ഉണങ്ങിത്തീരുന്ന പലാസോ. എന്നാൽ പിന്നെ അലക്കുന്ന എന്തിനാ. നല്ല കളർ കോമ്പിനേഷൻസ് ആണ്. സിമ്പിളായിട്ട് ധരിക്കാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്ലാസോസ് ആണ്. നമുക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. 2, 3 ഒക്കെ വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രൈസ് ആകെപ്പാട് ഇത്രേ വരണുള്ളൂ. ഇന്നത്തെ പലാസോയുടെ കൂട്ടത്തിലെ ലാസ്റ്റ് വൺ ആയിരുന്നു. വേസ്റ്റ് ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ്, ബാൻഡായിട്ട് തന്നെയാണ് വരിക. നല്ല സ്ട്രെച്ചബിൾ ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 44 ഇഞ്ചസോളം വരുന്നുണ്ട്. ലെങ്ത് വരുന്നത് 38 ഇഞ്ചസ് ആണ്. ഒരു മിഡി പോലെ അല്ലെങ്കിൽ സ്കേർട്ട് പോലെ കിടക്കുന്ന പലാസോയാണ്. സ്കേർട്ട് പലാസോ എന്ന് വിളിപ്പേരുള്ള ഈ പലാസോ. പ്രൈസ് വരുന്നതാവട്ടെ 190 ആണ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് 185 അടിപൊളി ടോപ്സ് കൊണ്ടുവന്നു. സ്കേർട്ട് പലാസോ എന്ന് നമ്മൾ വിളിക്കുന്ന പലാസോ 190 കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുമായിട്ടാണ് എപ്പോഴും നമ്മൾ വരിക. നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, റിലേറ്റീവ്സിൻ്റെ, കൂട്ടുകാരുടെ ഒക്കെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാളീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്താൽ ഒന്നുകൂടെ സന്തോഷമായി. അങ്ങനെ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം കാളീസ്.